ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇപ്പം നിങ്ങൾ കാണുന്നത് ഡിസംബർ 26. ഇന്ന് ഇവിടുത്തെ ഡാഡിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ തന്നെ എന്താ പറയുക, ഹാപ്പി ബർത്ത്ഡേ. പിന്നെ നമുക്ക് കാണേണ്ടത് ക്രിസ്മസിൻ്റെ വിശേഷങ്ങളാണ്, അതായത് 25-ാം തീയതിയിലത്തെ. അപ്പോൾ അതേ പതിവ് പോലെ രാവിലെ എണീറ്റ് ഞാൻ പറഞ്ഞല്ലോ, പാതിര കുർബാനയ്ക്ക് ഞാൻ പോണില്ല എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ രാവിലത്തെ കുർബാനയ്ക്ക് പോകാനുള്ള ഒരുക്കപ്പാടാണ്. അങ്ങനെ രാവിലെ എണീറ്റ് വെറുതെ ഒരു കാപ്പി കുടിച്ചിട്ടാണ് ഞങ്ങൾ പോയി തിരിച്ച് വന്നതിന് ശേഷം ഉള്ള വിശേഷങ്ങൾ ഞാൻ പറയാം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ അക്കിയുടെ വീട്ടിലാണെന്നുള്ളത്. അങ്ങനെ ഞാൻ ഇറങ്ങാനായിട്ട്, അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ ക്രിസ്മസ് കൂടിൻ്റെ ലൈറ്റ് ഓഫ് ചെയ്തില്ല. കാരണം ഇന്ന് രാത്രി കിടക്കട്ടെ, ഇന്നലെ രാത്രി 12 മണിയായപ്പോൾ തന്നെ ഞാൻ ഉണ്ണീശോനെ കൂട്ടിലേക്ക് എടുത്തിട്ടോ. അപ്പം അങ്ങനെ ക്രിസ്മസായി. അപ്പോൾ നല്ലൊരു ദിവസമായിരുന്നു ഇന്ന് കേട്ടോ ക്രിസ്മസ്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത, ക്രിസ്മസ് ഉണ്ടായിരുന്നു, കാവ്യയുടെ എന്താ പറയുക ഹൽദി മധുരം വെപ്പ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ 12 മണിയോട് കൂടിയിട്ട് ഡാഡിയുടെ ബർത്ത്ഡേയും, അതായത് ഇപ്പോൾ 26-ാം തീയതി. അങ്ങനെ രാവിലെ പള്ളിയിലൊക്കെ പോയി വന്നതിന് ശേഷം ഞാൻ കട്ട്ലറ്റ് നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയല്ലോ, ആ ഉണ്ടാക്കിയത് ഞാൻ ഒന്നും കൂടി എണ്ണയിലിട്ടെടുത്തു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി ഓവനിൽ വെച്ചിട്ട് പിന്നെ ഞാൻ അവിടെ ചെന്ന് ചൂടാക്കി രണ്ടാമത് അങ്ങനെ വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ രണ്ടാമത് എണ്ണയിൽ തന്നെ എന്താ പറയുക മുരിച്ചെടുത്തു കേട്ടോ. അതും പിന്നെ പാറ്റി ഒരു 4-5 എണ്ണം വറുത്തെടുത്തു. അപ്പോൾ എനിക്ക് തോന്നി അത് എടുത്തപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു ചെറിയൊരു പൂതി, ചില നേരത്തെ നമ്മൾ കുട്ടികളുടെ പോലെയല്ലേ. അപ്പോൾ അതിൽ നിന്ന് വളരെ കുറവ് ഒരു 4-5 പീസ് എടുത്തിട്ട് അതും വറുത്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ 2 പേരും കാപ്പിയൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ പതുക്കെ അക്കിരോടിക്ക് പോയി. അപ്പോൾ ഞാൻ പുൽക്കൂട് നനച്ചു. ഞാൻ പറഞ്ഞില്ലേ ഇനി എന്താ പറയുക, ഇന്നത്തോട് കൂടിയിട്ട് ക്രിസ്മസിൻ്റെ ആ ഒരു സംഭവം കഴിഞ്ഞ് ജാനുവരി 1-ാം തീയതി 2-ാം തീയതി വരെ നമ്മൾ ആ പുൽക്കൂട് അവിടെ ഉണ്ണീശോ അടക്കം. അങ്ങനെ ഇപ്പോൾ എല്ലാം കഴിഞ്ഞ് ഞാൻ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് പതുക്കെ പോകാനുള്ള പുറപ്പാടായി. അപ്പോൾ പോണതിന് മുമ്പായിട്ട് ഞാൻ വിചാരിച്ചു ഇവിടേക്ക് ഒന്ന് ഒതുക്കിയിട്ടിട്ട് പോവാം. ഇനി തിരിച്ച് വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ നമ്മളുടെ കല്യാണത്തിന് പോക്കും കാര്യങ്ങളാവും. അപ്പോൾ ആ കൊണ്ടുപോകുന്ന സാധനങ്ങൾ ഞാൻ ഒതുക്കി വെക്കുന്ന കൂട്ടത്തിൽ വൈൻ കുറച്ചെടുത്ത് പകർത്തി. ഇത് നമുക്ക് ഓർമ്മയുണ്ടാവും, സെപ്റ്റംബർ 15-ാം തീയതി നമ്മളുടെ ബിഗ് ഡേക്ക് വേണ്ടിയിട്ട് ഡിംപിൾ ഇട്ട പഴം വൈനാണ്. അപ്പോൾ അതന്ന് എടുത്തില്ല, അന്ന് അവിടെ ഓൾറെഡി വേറെ സെർവ് ചെയ്ത കാരണം ഇത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഭരണിയിൽ തന്നെ ഇരിക്കണേ. സാധാരണ ഭരണി പറയും ഇരുട്ടത്ത് വെക്കണം എന്ന് പറയും, പക്ഷേ എൻ്റെ ഭരണി ഇരുട്ടത്ത് വെക്കാത്തത് എന്താണെന്ന് വെച്ചാൽ എനിക്കങ്ങനെ കുമ്പിട്ടെടുക്കാനായിട്ട് വലിയ സുഖമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ വെക്കണതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ പാക്ക് ചെയ്തു. ഒരു 4 പാറ്റി ഉണ്ടായിരുന്നു, പിന്നെ നമ്മളുടെ എന്തൊട്ടാണ് കട്ട്ലേറ്റ്, ഇതൊക്കെ. അങ്ങനെ ഞാൻ അക്കിയുടെ വീട്ടിലെത്തിയിട്ടോ. അപ്പോൾ ആ ഗ്യാപ്പിൽ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ അക്കിയുടെ വീട്ടിലെത്തിയപ്പോൾ ഞാൻ കിച്ചണിൽ വന്നപ്പോൾ ചേച്ചി ഓൾറെഡി കുളിക്കാൻ കയറിയേക്കാം കേട്ടോ. സമയം 9:30. അപ്പോൾ ചേച്ചി കുളിക്കാൻ കയറിയേക്കാം. ഇത് അവിടുത്തെ ഫ്രിഡ്ജാട്ടോ. അപ്പോൾ ഞാനൊരു ദിവസം വിചാരിച്ചിട്ടുണ്ട് അക്കിയുടെ വീട്ടിൽ ഹോം ടൂർ എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. കാരണം ആ ഹോം ടൂർ എടുത്താൽ കാണാൻ കണ്ടമാനം സാധനങ്ങളുണ്ട് കേട്ടോ. കാരണം ഓരോന്ന് കാണിച്ചാലേ അതൊരു ഭംഗിയുള്ളൂ. ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഓടിയൊന്ന് കാണിച്ചു എന്നുള്ളൂ കേട്ടോ. ചേച്ചിയുടെ പരിയപ്പുറം നല്ല ഭംഗിയാണ്, ഫുൾ ടൈൽസൊക്കെ ഇട്ട്. എന്താ പറയുക, ഒരു മണ്ണുമില്ല അഴുക്കുമില്ല ഒന്നുമില്ല. നമ്മൾ പറയില്ലേ ചോറിട്ടുണ്ടാന്ന് പറയില്ലേ, അതായത് അത്രയും ക്ലീനാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. അത്ര ക്ലീനാട്ടോ പരിയപ്പുറമൊക്കെ. ഇത് കിണർ ഗ്രില്ലിട്ടിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ പോകുമ്പോഴാണ് നേരെ നമ്മുടെ ഗേറ്റ്. അപ്പോൾ ഇത് ഇരുമ്പമ്പുളി നമ്മുടെ പൂങ്കുന്നത്ത് വീട്ടിലുണ്ടായിരുന്നപ്പോൾ വെച്ചതാണ്. ഇരുമ്പമ്പുളി നിറച്ചുണ്ടാവാറുണ്ടായിരുന്നു, അത് അങ്ങനെ തന്നെ കൊണ്ടുവന്നതാണ് ചട്ടിയിൽ കണ്ടു. അപ്പം ഞാൻ പറയായിരുന്നു കുറച്ച് പച്ചക്കറികൾ വാങ്ങി ചട്ടികളിൽ നിറയ്ക്കണം എന്ന്. ഇത് വേസ്റ്റ് ബിന്നാണ്, കുറേ നല്ല ആഴത്തിലാണ് കേട്ടോ. പിന്നെ ഇത് ആലക്കല്ല്, ഇത് ഇങ്ങേ വശം. അവിടെയും ഈ പറഞ്ഞ പോലെ മെറ്റലിട്ട് ഒരു പൊടിയും കയറാത്ത രീതിയിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ചേച്ചിയുടെ ഇതാണ് കേട്ടോ. കുറേ ഉണ്ട് കാണാൻ. ചേച്ചിയുടെ വീട്ടിൽ കയറി കഴിഞ്ഞാൽ കാണാൻ കുറേ ഉണ്ട്. ഓൺലൈനിലത്തെ ഒരുവിധം എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇപ്പോഴും ചേച്ചിക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഓർഡർ ചെയ്തോളാനാണ് അതായത് ഡയോണും പോൾസേട്ടനും നോ പറയില്ല. 2 പേരും അക്കി എന്ത് ചെയ്താലും നോ പറയില്ല. അപ്പം അതുകൊണ്ട് തന്നെ അക്കിക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ എപ്പോൾ വേണമെങ്കിലും അക്കിക്ക് ഓർഡർ കൊടുക്കാം, വരുത്താം, വാങ്ങിക്കാം. അങ്ങനെയാണ്. അങ്ങനെ കൂളിയൊക്കെ കഴിഞ്ഞ് അക്കി എത്തിയിട്ടോ. അപ്പോൾ ചേച്ചി കുളിക്കാൻ പോകുമ്പോൾ ഒരാൾ കൂടെ വേണം. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ബാത്റൂം ഒന്ന് എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ പറ്റിയില്ല. ഞാൻ നിങ്ങൾക്ക്
അക്കിയുടെ ബാത്റൂം കാണിച്ചു തരാം കേട്ടോ. ഭയങ്കര എന്താ പറയുക, കാണാണ്ട്. വേറെ ഒന്നും വെച്ചിട്ടില്ല, വീൽ ചെയർ ഒരു വശത്ത്, അതിനോടനുബന്ധിച്ചുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് എന്തും ഇരുന്നോടത്ത് ഇരുന്നിട്ട് ചെയ്യാവുന്ന പോലെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ടാക്കിയിട്ടാണ്. അപ്പോൾ ആക്കി എങ്ങനെയാണെന്ന് വെച്ചാൽ മറ്റേ വീൽ ചെയറിൽ കിച്ചണിൽ വന്നിരിക്കും കേട്ടോ. അപ്പോൾ പൂങ്കുന്നത്തായിരിക്കും അത് പറ്റിയിരുന്നില്ല. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ കിച്ചണിൽ ഇങ്ങനെ വന്നിരുന്നിട്ട് എന്തൊട്ട് ആവശ്യം എന്ന് വെച്ചാൽ അതൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അതനുസരിച്ച് ചേച്ചി ഓരോ സംഭവങ്ങൾ ചെയ്യും. അപ്പോൾ ഇന്ന് രാവിലെ ബ്രെഡും കൂർക്കയും ബീഫും വെച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര ടേസ്റ്റ്, നമ്മുടെ അമ്മമാരൊക്കെ വെക്കുന്ന ടേസ്റ്റ്. അപ്പോൾ നോക്കിയപ്പോൾ ചേച്ചി ഇതിങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് വസന്തേച്ചി ഉണ്ടാക്കിയതാണ് കേട്ടോ. വസന്തേച്ചിനെ നിങ്ങൾ മറന്നുണ്ടാവില്ല, നമ്മുടെ വീട്ടിൽ ഒരു 3 മാസം ഉണ്ടായിരുന്നു വസന്തേച്ചി. അപ്പോൾ ആ സമയത്ത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരമ്മ നിന്ന് ചെയ്യുന്ന പോലെ എല്ലാ കാര്യങ്ങളും ഒന്നും പറഞ്ഞു കൊടുക്കണ്ട. നമ്മുടെ അമ്മമാരെങ്ങനെ, ഇപ്പം ഞാനെങ്ങനെ ഈ വീട്ടിൽ നിന്നിട്ട് ഡിമ്പിളിനും ഡോണിനും ഡിവൈനും ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണേ, അതുപോലെയാണ് വസന്തേച്ചി എനിക്ക് ഇവിടെ ഉള്ളപ്പോൾ ഓരോന്ന് ചെയ്ത് തന്നിരുന്നത് കേട്ടോ. കറക്റ്റ് സമയത്തിന് മോളെ ഭക്ഷണം കഴിക്കുകയും മോളത് ചെയ്യുകയും മോളിത് ചെയ്യുകയും എന്തിനാ അങ്ങനെ ചെയ്യണേ ഇങ്ങനെ ചെയ്യണേ ഒക്കെ തിരുത്തി. അതുപോലെ നമ്മൾ അനാവശ്യമായിട്ട് എന്തെങ്കിലും വെച്ചാൽ എന്തിനാ അതിപ്പോൾ വെക്കണേ, അതിൻ്റെ ആവശ്യമുണ്ടോ അങ്ങനെ ചോദിച്ച് നമ്മളമ്മമാർ പറയില്ലേ, അതുപോലെ ആയിരുന്നു കേട്ടോ. അപ്പം എനിക്കതുകൊണ്ട് തന്നെ എന്താ പറയുക, ഭയങ്കര ഒരു ഇഷ്ടമാണ്. നമ്മൾ പറയില്ല അമ്മമാരോടുള്ള ഒരു ഇഷ്ടം ഉണ്ടല്ലോ, ആ ഇഷ്ടമാണ് വസന്തേച്ചിയോട് കേട്ടോ. ചേച്ചി ഇത് വിളിച്ചാലും പേരിൽ ആ അമ്മ അന്ന് ഉള്ളത് ഉണ്ട്. അപ്പോൾ എനിക്ക് പിന്നെ അങ്ങനെ പറയാനും കാണിക്കാനും ഒന്നും അറിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ വസന്തേച്ചിയുടെ മറ്റേ ബിരിയാണി ഇപ്പോൾ ചേച്ചി പറഞ്ഞനുസരിച്ച് സൂപ്പറായിട്ട് കുക്ക് ചെയ്യും കേട്ടോ. എല്ലാ വിഭവങ്ങളും നല്ല രസത്തിൽ വെക്കും വസന്തേച്ചി. അങ്ങനെ ഇത് കണ്ടു, ഫോൺ സ്റ്റാൻഡൊക്കെ കണ്ടു, ആളുടെ കയ്യിലത്തെ എല്ലാതും വെറൈറ്റി സാധനങ്ങൾ. അതുപോലെ ഇപ്പം തന്നെ കടന്നു പോയില്ലേ ടൈൽസ്, അത് ടൈൽസ് അല്ല സ്റ്റിക്കറാണ്. അതായത് ചേച്ചിക്ക് കടന്നു പോകണോടത്തൊക്കെ സ്റ്റിക്കർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ദമ്മ് വയ്ക്കുന്നതിന് പകരം അടി പിടിക്കാണ്ടിരിക്കാനുള്ള പുതിയ സൂത്രമാണ് വസന്തേച്ചിയുടെ കേട്ടോ. അക്കിയും വസന്തേച്ചിയും കൂടി കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. അതായത് നമ്മുടെ പഴയ വല്ല ദോശക്കല്ലുണ്ടെങ്കിൽ ആ ദോശക്കല്ല് അടുപ്പത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ മറ്റേ ബിരിയാണി പോട്ട് വെക്കുക. അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ അടിയിൽ പിടിക്കില്ല, അടി പിടിക്കില്ല, ഈ ചൂട്ടത്തിലാണല്ലോ ഇരിക്കണത്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങളിതേ കൊണ്ടുവന്ന കേക്ക് കട്ട് ചെയ്തു. സൂപ്പർ കേക്കായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ജോർജേട്ടനും കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അത് കട്ട് ചെയ്തിട്ടില്ല. ഇതാണ് ആദ്യം കിട്ടിയെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ആദ്യം കിട്ടിയത് തന്നെ ചേച്ചിയുടെ കയ്യിൽ കിട്ടിയത് ആദ്യം ഇതാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ചേച്ചി അത് കട്ട് ചെയ്ത് നല്ല കേക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ അത് തിന്നു, പിന്നാലെ അലുവ തിന്നു. അങ്ങനെ എന്താ പറയുക, ചെന്നപ്പോൾ തൊട്ട് മധുരം തീറ്റയുടെ ഒരു കളിയായിരുന്നു. അപ്പോൾ ഞാൻ പറയുകയും ചെയ്തു, കർത്താവേ ഗുളിക കഴിച്ചതൊക്കെ വെറുതെ ആവുമെന്ന്. അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മുടെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറേ സ്ഥലത്ത് ചേച്ചി കൈ പിടിച്ച് നടക്കുന്നിടത്തൊക്കെ മറ്റേ ഇത് ഒട്ടിച്ചിട്ടുണ്ട്, വാൾ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവില്ല, ടൈൽസിൻ്റെ അതേ ഡിസൈനിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതാ ഞാൻ പറഞ്ഞത്, ശരിക്കും ഒരു ഹോം ടൂർ എടുക്കണം, എന്നാലേ നിങ്ങൾക്കത് ഓരോന്നും എനിക്ക് കാണിച്ച് മനസ്സിലാക്കി പറഞ്ഞു തരാൻ പറ്റുള്ളൂ. ഇത് ഈ പറഞ്ഞതാണ് സ്റ്റിക്കറാണ്. അതുപോലെ ഫ്രണ്ടിൽ കണ്ടു ആ സിറ്റ് ഔട്ടിലത്തെ അതും സ്റ്റിക്കറാണ്. അതായത് ചേച്ചി ഇങ്ങനെ പിടിച്ച് കയറുന്ന ഭാഗങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സ്റ്റിക്കർ വെച്ചേക്കുക. അതുപോലെ എല്ലാം മറ്റേ സ്വിച്ച് ബോർഡിൻ്റെ മുകളിലും താഴ്ത്തും സ്റ്റിക്കറുകളുണ്ട്. അങ്ങനെ കാണാൻ കുറേ ഉണ്ട്. പിന്നെ ഈ പട്ടിക്കുട്ടികൾ കാണുന്നത് ചേച്ചിയുടെ തന്നെ ലാനിയും സിംബയും ഒക്കെയാണ് കേട്ടോ. പിന്നെ ചേച്ചിയുടെ ഇതാണ് ചേച്ചിയുടെ ടേബിള്. ആ ടേബിളുമ്പോൾ പ്രയറിൻ്റെ ബുക്ക്, പിന്നെ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മുഴുവൻ ആ ഒരൊറ്റ ടേബിൾ മേറ്റുമേ ഉണ്ടാവും കേട്ടോ. അങ്ങനെയാണ് മൂപ്പരുടെ കുടിക്കാനുള്ള വെള്ളം, കഴിക്കാനുള്ള ഗുളിക, അങ്ങനെ എല്ലാതും ഉണ്ടാവും. അങ്ങനെ ഞങ്ങളെങ്ങനെയാണെന്ന് വെച്ചാൽ സുഖമായിട്ട് കിടന്നുറങ്ങി. ഞാനും കിടന്നുറങ്ങി, ഡാഡിയും കിടന്നുറങ്ങി. കുറച്ച് നേരമൊക്കെ വർത്താനം പറഞ്ഞു, പിന്നെ എല്ലാവരും കിടന്നുറങ്ങി. അക്കി ഉറങ്ങിയൊന്നുമില്ല കേട്ടോ. ഞാനും ഡാഡിയുടെ മെയിനായിട്ട് ഉറങ്ങിയത്, വലിയ ഡാഡി. അങ്ങനെ എണീറ്റ് വന്ന സമയപ്പോൾ അതെ ചേച്ചി ഇങ്ങനെയാണ് ചേച്ചിയുടെ വിളമ്പൽ. പക്ഷേ ഞാൻ പറഞ്ഞു, നിങ്ങൾക്കറിയാമല്ലോ ഞാൻ വളരെ കുറച്ച് ഭക്ഷണം കഴിക്കുന്ന ആളാണ്, ഡാഡി ആയാലും അത്ര കഴിക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്രയും വലിയ ഇതിൽ വേണ്ട, അതിനിപ്പോൾ വേണ്ട, അതൊക്കെ തിന്നാൻ പറ്റും, നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണെന്ന് പറഞ്ഞിട്ട് മൂപ്പരത് തിക്കിയിട്ട് കമത്തി. പക്ഷേ ഒറ്റ ആൾ മുഴുവൻ തിന്നില്ല. എല്ലാവരും വിളമ്പുമ്പോഴേക്കും പറഞ്ഞു തിരിച്ചിട്ടോ എന്ന് പറഞ്ഞു. കാരണം അത്രയും അത് 2-3 പീസ് ചിക്കനും ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് തിന്നാൻ പറ്റണ്ടേ. അങ്ങനെ കട്ട്ലേറ്റ് ചെന്ന വഴിക്ക് കഴിച്ചായിരുന്നു കേട്ടോ. എന്നാലും ബാക്കി ഉണ്ടായിരുന്നു അതിൽ. അത് കഴിഞ്ഞ് ഭക്ഷണം, ഇതിൻ്റെ കൂടെ മറ്റേ സാലഡ് ഉണ്ടായിരുന്നു, പിന്നെ നല്ല അച്ചാർ ചേച്ചി തന്നെ ഇട്ടതാ, ചെത്തുമാങ്ങ അച്ചാറുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കഴിക്കാനായിട്ട് ഹൽവ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഗുജറാത്തി സ്ട്രീറ്റ് കൊച്ചിയിലത്തെ ചേച്ചിയുടെ ഒരു ഫ്രണ്ട് ഷീബ വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. ഭയങ്കര എന്താ പറയുക സോഫ്റ്റ്, എനിക്ക് തോന്നുന്നു വായിലിട്ടങ്ങനെ അലിഞ്ഞു പോകുന്ന പോലത്തെ ഹലുവ. അപ്പോൾ ആദ്യം ഫ്രിഡ്ജിൽ വെച്ചാൽ കാരണം അത്ര തോന്നിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ തണുവും കാര്യങ്ങളൊക്കെ പോയപ്പോഴാണ് ഭയങ്കര എന്താ പറയുക സോഫ്റ്റായിട്ടുള്ള ഹലുവ കേട്ടോ.
അപ്പോൾ അത് എല്ലാവരും ബിരിയാണി തിരിച്ചിടുകയാണ്. കാരണം ആർക്കും അത്രയും അധികം തിന്നാൻ പറ്റില്ല എന്ന്. അപ്പോൾ ചേച്ചി ഇങ്ങനെ കുത്തി നിറച്ചിട്ടേക്കാം കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ ഇവർ കടുവ സിനിമ കാണുന്നിടത്തുനിന്നാണ് ഊണ് കഴിക്കാനായിട്ട് വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചേച്ചിക്ക് അതിൻ്റെ ബാക്കി കാണാനുള്ള ഒരു ആകാംക്ഷ ഭയങ്കരമായിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞ് മൂപ്പരുടെ പ്ലേറ്റും കൊണ്ടുപോയിട്ട് കടുവയുടെ ആ സിനിമ കണ്ട് അവസാനിപ്പിച്ചു കേട്ടോ. സൂര്യ ടി വിയിൽ അങ്ങോട്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ടിരുന്നു. അപ്പോൾ ചേച്ചിയുടെ ഭക്ഷണം കൊണ്ട് അപ്പുറത്തേക്ക് ഇരുന്നു. അങ്ങനെ ഞങ്ങൾ ഊണ് കഴിഞ്ഞ് എണീറ്റതിൻ്റെ പിന്നാലെ എത്തി നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾ നമ്പർ 1, അതായത് തോമും ചാക്കോച്ചനും ഡിവൈനും ഡോണും. അങ്ങനെ അവൻ വന്ന് കണ്ട സന്തോഷം എന്താ പറയുക, ഭയങ്കര സന്തോഷം. കുറച്ച് ദിവസമായി 2-3 ദിവസമായില്ലേ കണ്ടിട്ട്. കുട്ടികളെ സംബന്ധിച്ച് ഭയങ്കര അതൊരു വലിയ ഗ്യാപ്പാണല്ലോ. ഭയങ്കര കളിയും ചിരിയും ബഹളവും. തോമു വിശേഷങ്ങൾ പറയില്ല. തോമിന് അറിയാലോ വിശേഷങ്ങൾ പറയില്ലാണല്ലോ. അപ്പോൾ ചാക്കോച്ചൻ്റെ പതിവുപടി ചേച്ചിയുടെ അടുത്തേക്ക് പോയി ഭക്ഷണം വാങ്ങി കഴിച്ചു തുടങ്ങി. അപ്പോൾ അവനിവിടെ വന്നു കഴിഞ്ഞാൽ ചേച്ചിയാണ് ഫുഡ് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വന്ന വഴിക്ക് അവൻ കിച്ചണിൽ പോയി ചോദിച്ചു തുടങ്ങി ഭക്ഷണം. അപ്പോൾ അവിടെ നിന്ന് അവർ ശരിക്ക് 11:30 കഴിഞ്ഞപ്പോൾ ഇറങ്ങിയെന്നാണ് പറഞ്ഞത്. വലിയ താമസമില്ലാണ്ട് ശരിക്കും 3 മണിക്കൂർ കൊണ്ട് അവരിവിടെ എത്തുകയും ചെയ്തു കേട്ടോ. പോകുമ്പോൾ ഡോണും അങ്ങനെ തന്നെ എത്തിയത്. വലിയ ബ്ലോക്കൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ നിന്ന് ടോള് കഴിഞ്ഞപ്പോഴാണ് പിന്നെയും കുറച്ച് ബ്ലോക്ക് വന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ചേച്ചിയുടെ കയ്യിൽ നിന്ന് കുഞ്ഞുരുള ചോറ് ഇങ്ങനെ വാരി തിന്നെ ചാക്കോച്ചൻ കുറേ വർത്തമാനങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് വെയിറ്റ് കൂടിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഇന്നലെ ഒരു കുട്ടി എൻ്റെ കമൻറ്റിൽ ചോദിച്ചു, ഒരു ദിവസം കൊണ്ടൊക്കെ ഈ 2-3 ദിവസം കൊണ്ടൊക്കെ എങ്ങനെ കുട്ടികൾ വെയിറ്റ് കൂടാമെന്ന്. ഞാൻ വെറുതെ പറഞ്ഞതാന്നുള്ള അർത്ഥത്തിൽ ആ കുട്ടിയുടെ അറിവിലേക്ക് ഞാൻ പറയണം. നമ്മുടെ കുഞ്ഞു കുട്ടികൾ ഒരു ദിവസം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അതനുസരിച്ച് നല്ലോണം ക്ഷീണിക്കുകയും ചെയ്യും. ആ ഒരു ദിവസം 3 നേരം കൃത്യമായിട്ട് ഭക്ഷണം കഴിച്ചാൽ അവർക്ക് വെയിറ്റ് കൂടുകയും ചെയ്യും. കാരണം എന്താ വെച്ചാൽ ഇവിടെ 3 കുട്ടികളുണ്ട്. അപ്പോൾ അവരുടെ ഒരു ഇതിലാണ് ഒരു ദിവസം ഈ നല്ല വെയിറ്റുള്ള കുട്ടി ഒരു ദിവസം ഒന്ന് ഛർദ്ദിക്കുകയോ ഒന്ന് വയറ്റിൽ നിന്ന് പോവുകയോ അല്ലെങ്കിൽ ഒന്ന് പനിച്ചാൽ മതി, കുത്തനെ വെയിറ്റ് താഴേക്ക് പോകും. അതുപോലെ തന്നെ ഒരു ദിവസം കറക്റ്റ് ഭക്ഷണം കഴിച്ചാൽ അവർ വെയിറ്റ് ഗെയിൻ ചെയ്യുകയും ചെയ്യും കേട്ടോ. അങ്ങനെയാണ് പ്രത്യേകിച്ച് ചാക്കോച്ചനെ പോലെയുള്ള കുട്ടികൾ. അപ്പോൾ പാച്ചു ഇതിൽ ബാധകമല്ല കേട്ടോ. കാരണം പാച്ചുവിനെ സംബന്ധിച്ച് അവൻ അങ്ങനത്തെ ഒരു കാറ്റഗറിയിൽ പെട്ട മോനാണ്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഊണൊക്കെ കഴിഞ്ഞ് പിന്നെ വിശേഷങ്ങൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് അറിയാമല്ലോ ഞങ്ങൾ. അപ്പോൾ ഇന്ന് കളിയാക്കായിരുന്നു. റോസയൊക്കെ വിളിച്ചപ്പോൾ എല്ലാവരും വിഷയം വിളിച്ചിട്ടുണ്ടായിരുന്നു. റോസ വിളിച്ചു, അന്ന വിളിച്ചു, ഡയോൺ വിളിച്ചു, ഡിംപിൾ വിളിച്ചു. ബാക്കി ഒരാളുള്ളത് ഇവിടെ ഉണ്ടല്ലോ, ഡോൺ ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ ഇവർ ഞാൻ പറയാറില്ലേ 5 ആളാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി കളിയാക്കി പറയായിരുന്നു, നിങ്ങൾ സീനിയേഴ്സിൻ്റെ ക്രിസ്മസാണ് ഈ വർഷം എന്ന്. എപ്പോഴും റോസ ആരെങ്കിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ വർഷം ഞാനും ചേച്ചി 3 ചേട്ടന്മാരും വസന്തേച്ചി മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ സീനിയേഴ്സിൻ്റെ ക്രിസ്മസ് ആയിക്കോട്ടെ ഇപ്രാവശ്യം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളത് ആ രീതിയിൽ ഞങ്ങൾ ഏറ്റവും എൻജോയ് ചെയ്തു. ഞങ്ങൾ പഴയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കുറേ നേരം ഇരുന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു എത്ര മണിക്കായി, 5 മണിക്കായി തോന്നുന്നുണ്ട് കേട്ടോ. അവിടെ നിന്ന് പോരുമ്പോൾ അവിടെ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് വീട്ടിൽ വന്ന് ഇനിയിപ്പോൾ വേണ്ടേ കല്യാണത്തിന് പോകാനായിട്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നേരത്തോടെ പോവാം. അപ്പോൾ ഡിംപിൾ അവിടെ നിന്ന് വേഗം എത്താവുന്ന രീതിയിൽ പുറപ്പെടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഈ പറഞ്ഞ ക്രിസ്മസ് തന്നെയാണല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ആദ്യം ഇറങ്ങിയപ്പോഴാണ് ഡിവൈൻ കുറേ പാക്കിങ് സാധനങ്ങൾ ഇറക്കണോ നോക്കിയപ്പോൾ അച്ചാച്ചൻ പഴം കൊടുത്തയച്ചിട്ടുണ്ട്. കുഞ്ഞിപ്പഴം കുറേ കൊടുത്തയച്ചിട്ടുണ്ട്. 2 തരമുണ്ട് കായ. അപ്പോൾ അത് ഇപ്പം ഞാൻ എൻ്റെ മുമ്പിലിരിക്കുന്നുണ്ട്. ഒരു പടല പഴുത്തുട്ട നല്ല മധുരമുള്ളത് ഒരെണ്ണം ഞാൻ എടുത്ത് തിന്നുകയും ചെയ്തു. അപ്പോൾ സന്തു അവിടെ നിന്നിട്ട് കുറച്ച് ദിവസമായില്ലേ ഡിവൈനെ കണ്ടിട്ട് അവിടെ നിന്ന് കൈകൊണ്ടും കാലുകൊണ്ടും കാണിക്കാം. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ തോമൂന് മങ്കി ക്യാപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. മങ്കി ക്യാപ്പ് അല്ല, വേറൊരു തരം ക്യാപ്പ്. അപ്പോൾ അത് വെച്ചിട്ട് എനിക്ക് കാണിച്ചു തരണം കേട്ടോ തോമു. പിന്നെ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ വിശേഷങ്ങൾ. അപ്പോൾ പെയിൻറ്റ് ചെയ്തതൊന്നും മൂപ്പര് കണ്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അതിങ്ങനെ അടുക്കളയിലൊക്കെ കടന്ന് നോക്കുക. അപ്പോൾ പറഞ്ഞു, നന്നായിട്ടുണ്ടല്ലോ മമ്മി, പെയിൻറ്റ് ചെയ്തത് നന്നായിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ അവൻ കുറേ വർത്താനം പറയുമെന്ന് പറഞ്ഞില്ലേ. അങ്ങനെ ചാക്കോച്ചൻ അടുക്കളയിലേക്ക് ചെല്ലണം, ഇനി എന്താണ് എനിക്കവിടെ ഉള്ളതെന്ന്. അപ്പോഴാണ് ഡിംപിൾ എനിക്കൊരു കവർ എടുത്ത് തന്നത്. അപ്പോൾ ഞാനത് വേഗം തുറന്ന് നോക്കിയപ്പോൾ അതിൽ ആദ്യം തന്നെ ഒരു കേക്ക്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു കിച്ചണിൽ പോയിട്ട് നോക്കാം, ഒരു കവറിൽ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. നോക്കിയപ്പോൾ പച്ചക്കുരുമുളക്, പിന്നെ ജാതിക്ക, പിന്നെ മാങ്ങ, പിന്നെ നേന്ത്രക്കായ, നാടൻ നേന്ത്രക്കായ. അടിയിൽ 2 പഴുക്കാത്തത്, മുകളിൽ പഴുത്ത് തുടങ്ങിയത്. ഇപ്പുറത്ത് അച്ചാച്ചൻ
കൊടുത്തയച്ച 2 തരം പഴം, ഞാലിപ്പൂവനും ഇതാന്ന് തോന്നുന്നുണ്ട്, കുഞ്ഞിത് നല്ല ടേസ്റ്റ് കേട്ടോ, ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ തിന്നുമെന്ന്. അപ്പോൾ ഇത് കൊടുത്തയച്ചിട്ടുള്ളത് മീനുമാണ്. ജോർദാൻസ് വേൾഡ് എന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. അപ്പോൾ മീനു നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടാവും എനിക്ക് മറ്റേ ഇത് കൊടുത്തയച്ചിട്ടുള്ളത്. ഏതാണ് നമ്മുടെ എന്തൊട്ടാണ് ചെടികൾ, പിന്നെ കല്ലുരുക്കി ഡോണിന് വേണ്ടിയിട്ട്, പിന്നെ ഡിവൈൻ്റെ മറ്റേ പ്ലേ ബട്ടൺ വാങ്ങിയത് മീനുവാണ്. അപ്പോൾ അങ്ങനെ മീനുവിനെ അവർ കണ്ടു പരസ്പരം. ഇവർ അവിടെ പോയപ്പോൾ 2 പേരും കണ്ടപ്പോൾ മീനു എനിക്ക് വേണ്ടി അപ്പം കയ്യിൽ കിട്ടിയ സാധനങ്ങൾ പറിച്ച് എനിക്ക് തന്നയച്ചതാട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് നമ്മളുടെ വേണ്ടപ്പെട്ട വീടുകളിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ കൈ കിട്ടിയതൊക്കെ എടുത്ത് കൊണ്ടുപോകും. അപ്പോൾ അത് അത്രയും അടുപ്പുള്ളിടത്തേക്ക് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ അതൊക്കെ ഒതുക്കി വെച്ചതിന് ശേഷം ഞങ്ങളതേ പോവാനായിട്ട് ഒരുങ്ങി. അങ്ങനെ ദേ തോമുട്ടൻ എനിക്ക് കാണിച്ചു തരാം എൻ്റെ പുതിയ ടീഷർട്ട് കണ്ടോ അമ്മമ്മേ ട്രീ ആയിട്ട് എന്ന്. അപ്പോൾ പാച്ചുവിൻ്റെ ചാക്കോച്ചൻ്റെ ഈ ഡ്രസ്സ് കണ്ടപ്പോൾ ഭയങ്കര ഓർമ്മ, എവിടെയോ ഒരു കണ്ടുപരിചയം. അപ്പോൾ പാച്ചുവിനുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ ഓർമ്മ ഇതല്ല, ഡിമ്പിളുടെ റൂമിൽ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഡിമ്പിളുടെ ഡ്രസ്സിൻ്റെ ഡിസൈൻ ഇതാണ് കേട്ടോ. ഞാൻ പിന്നീട് ഒരിക്കൽ കാണിച്ചു തരാം. അങ്ങനെ ഡിവൈൻ ദേ ഇറങ്ങി വന്നു. അപ്പോൾ ഇതിൻ്റെ തന്നെ പച്ച ഏകദേശം ഈ മോഡലിട്ടിട്ടാണ് ഡിമ്പിളും വന്നത്. ഇവർ ഏത് വേണം എന്ത് വേണം എന്നൊക്കെ തീരുമാനിച്ചിട്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വേഗം ദേ ഇറങ്ങി. ഇവിടുത്തെ ലൈറ്റൊക്കെ ഇട്ടിട്ടാണ് ഞങ്ങൾ പോയത്. കാരണം ഇനിയിപ്പോൾ തിരിച്ച് വന്നിട്ട് പാതിരയാവും എന്നുള്ളത് നമുക്കറിയാം. ഞങ്ങൾ 12:45 തിരിച്ച് വരും. 12:45 1 മണിയൊക്കെ ആയിട്ട് തിരിച്ചെത്തുമ്പോൾ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആദ്യം പുറപ്പെട്ടു. അവർ വരുമ്പോൾ വരട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ താക്കോലിവിടെ മാറ്റി വെച്ചിട്ടാണ് പോയത്. കാരണം വന്ന് സാധനങ്ങളൊന്ന് മാറ്റി ഒന്ന് ഫ്രഷായിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആദ്യം ദേ ഇറങ്ങി. ഇവിടെ ചെന്ന് പരിപാടികൾ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ദാ ഡിമ്പിളും ആൻസിനും എത്തി. അപ്പോൾ ദേ വന്നതിൻ്റെ ആഘോഷമാണ് നമ്മുടെ പാച്ചൂട്ടൻ കേട്ടോ. അങ്ങനെ എന്താ പറയുക, പാച്ചുട്ടൻ ഭയങ്കര മെച്ചുവേർഡായ പോലെയാണ് കാണിക്കുമ്പോൾ. അപ്പോൾ തോമുവിന് എന്താ പറയുക, കണ്ടിട്ട് സന്തോഷം കൊണ്ട് സഹിച്ചുകൂടാ. രണ്ടാളും ഇതേ സെറ്റായിട്ട് വീണ്ടും തുടങ്ങി. ആ 2-3 ദിവസം കാണാത്തതിൻ്റെ ആ ഒരു ഇത് അപ്പാപ്പനത് ഇപ്പോഴാണ് കാണുന്നത്. അങ്ങനെ എന്താ പറയുക, ഒരു കൂടിക്കാഴ്ചയായിരുന്നു. നല്ല പിള്ളേരുടെ ഒരു സംഗമം എന്ന് പറയില്ലേ. ശരിക്കും ഒരു ദിവസം 3-4 ദിവസം വെള്ളിയാഴ്ച തൊട്ടാണ് കാണാണ്ടായത്. പക്ഷേ അവർ ഏതാണ്ട് ഒരു 2 വർഷം കഴിഞ്ഞ് കാണുന്ന പോലെയാണ് കേട്ടോ. അങ്ങനെ ദേ ആൻസൺ വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ കുറേ പേർക്ക് ആൻസൺ എവിടെ, എന്താണ് ആൻസൺ ഡിമ്പിളുടെ കൂടെ ഇല്ലേ, ഡിമ്പിളുടെ താലി കാണാനില്ല, അങ്ങനെ കുറേ പരാതികളുണ്ടായിരുന്നു. അപ്പോൾ ആ പരാതിയുള്ളവർ ദയവ് ചെയ്ത് ഈ വീഡിയോ ഒന്ന് കാണുക. ആൻസൺ ഇവിടെ ഉണ്ട് കേട്ടോ. ആൻസൺ ഈ പറഞ്ഞ പോലെ ബാംഗ്ലൂരാണ്. അപ്പോൾ വിചാരിച്ച പോലെ ഓടി വരാനോ പോകാനോ പറ്റില്ല. അപ്പോൾ അതൊന്നും മനസ്സിലാക്കുക, ഈ ചോദിച്ച് തന്നെ ചോദിക്കാണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇവിടുത്തെ മൂത്ത മരുമകനാണ് കേട്ടോ. അവൻ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കല്യാണം സ്പെഷ്യൽ ഇവിടെ 2 പെൺകുട്ടികളാണ്. മൂത്ത ആളുടെ ഹസ്ബൻഡാണ്, രണ്ടാമത്തെ കുട്ടിയുടെയാണ് കല്യാണം. അവൻ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. എനിക്ക് പറ്റിയില്ല എടുക്കാനായിട്ട്. പിള്ളേർസും ഇങ്ങനെ മാറി മാറിയൊക്കെ കയ്യിൽ വന്നപ്പോൾ ഞാൻ അങ്ങനെ കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ല വീഡിയോസും. അപ്പോൾ ദേ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിപ്പോയതിന് ശേഷം ദേ കുട്ടികൾ കൈയടക്കിയ സ്റ്റേജ് ഫുൾ ഡാൻസും കുട്ടികളുടെ വക. ചാക്കോച്ചനെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചാക്കോച്ചൻ്റെ ഡിവൈൻ പറയായിരുന്നു ഫസ്റ്റ് സ്റ്റേജാണ് അവൻ്റേന്ന്. അങ്ങനെ താഴത്തൊക്കെ കളിക്കുക, അല്ലെങ്കിൽ വീട്ടിലൊക്കെ കളിക്കുന്നല്ലാണ്ട് സ്റ്റേജുമ്പോൾ നിന്ന് ഇതുവരെ അവൻ കളിച്ചിട്ടില്ല. അപ്പോൾ പാട്ട് വെച്ചപ്പോൾ അവനാണ് ആദ്യം കയറി കളിച്ചത്. അങ്ങനെ നമ്മുടെ 3 പിള്ളേരും കുറേ നേരം അവർ 3 പേരും, ആദ്യം ചാക്കോച്ചൻ തന്നെ കയറി, പിന്നെ 3 ആൾ കയറി, പിന്നെ അവിടെയുള്ള ചേട്ടനനിയന്മാരുടെ മക്കളുടെ മക്കൾ, കാരണം തലമുറ 2-3 ഉണ്ട്. അപ്പോൾ എല്ലാ പിള്ളേർസും കൂടി കയറി. അപ്പോൾ ശരിക്കും ഈ ദിവസം മിസ്സായത് ഞങ്ങളുടെ അമ്മേനെയാണ്. കാരണം അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള എന്താ പറയുക മോള് എന്ന് പറയാം. കാരണം ഏറ്റവും ഇഷ്ടം എന്നല്ല, അമ്മയാണ് ഈ മോളെ. മറ്റു കുട്ടികളൊക്കെ അമ്മയുടെ അടുത്ത് ഉണ്ടായിരുന്നില്ല, വന്ന് പോവുകയായിരുന്നു. ഈ മോളാണ് അമ്മ എന്താ പറയുക വലുതാവണ വരെ കുളിപ്പിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്ത് നോക്കിയിരുന്ന മോളാണ്. പക്ഷേ അവളുടെ കല്യാണം ഒന്ന് ഉറപ്പിച്ച് പോലും കാണാനുള്ള യോഗം അമ്മയ്ക്ക് ഉണ്ടായില്ല കേട്ടോ. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അമ്മുവിൻ്റെ കല്യാണം എന്നുള്ളത്. ഒരു ഭയങ്കര എന്താ പറയുക, എല്ലാവരിലേക്കാളും അമ്മുവിനോട് ഒരു പൊടി ഒരു ഇഷ്ടം കൂടുതലുണ്ടായിരുന്നു കേട്ടോ. അതിന് കാരണമുണ്ട്. അപ്പോൾ അങ്ങനെ പിള്ളേർസിൻ്റെ കളിയും ബഹളവും തിക്കും തിരക്കും അങ്ങനെ ആയി. ഈ കംപ്ലീറ്റ് വരുമ്പോഴേക്കും ഈ കംപ്ലീറ്റ് മറ്റേ ബലൂൺ പൊട്ടിച്ചു കേട്ടോ, ചവിട്ടി പൊട്ടിച്ചു. അതുപോലെ ഞാൻ ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും പിന്നെ നമ്മുടെ അച്ചാറും സാലഡൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ അത് അപ്പുറത്തെ സൈഡിലാണ്. അവിടെ നേരെ മുമ്പിലൊരു ഫ്ലാറ്റ് പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ അതിൻ്റെ ആ കാർപോർച്ചിലും ഇതിലായിരുന്നു സംഭവങ്ങൾ. ഇത് ഞങ്ങളുടെ തറവാട്ടിലെ പിള്ളേരാണ്. അതായത് അനിയൻ്റെ മോള്, ഭർത്താവ്, മകൻ, ഭാര്യ,
വേറെ മോൻ്റെ ഭാര്യ പിന്നെ നമ്മുടെ ഡിവൈൻ, അതായത് മക്കളും മരുമക്കളോട് ഈ നിൽക്കുന്ന ഗ്യാങ് മൊത്തം. അപ്പോൾ നേരെ ബാക്കിലുള്ള മഞ്ഞ ഷർട്ട് ഇട്ടിട്ടുള്ളവൻ്റെ മോളുടെയാണ് കല്യാണം. അങ്ങനെ എന്താ പറയുക, ആഘോഷം എന്ന് പറഞ്ഞാൽ ഒരു പാട്ട് കഴിഞ്ഞ് അടുത്ത പാട്ട്. അപ്പോൾ ഇതോടുകൂടി നിർത്താമെന്ന് പറയും, പിന്നെ അടുത്ത പാട്ട് വയ്ക്കും. അവസാനം അവർ ഡാഡീനെ വരെ പിടിച്ച് നിർത്തി ഡാൻസ് കളിപ്പിച്ചു കേട്ടോ. പിള്ളേർസൊക്കെ നല്ല വൈബിലായിരുന്നു. അപ്പോൾ ഡിംപിൾ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ മാറി 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 നിന്നു. എന്നാലും എന്താ പറയുക, അവരുടെ കൂടെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. അവസാനം എല്ലാവരും കൂടിയിട്ട് ഡിവൈനെ പിടിച്ച് വലിച്ച് കൊണ്ടുപോയിട്ടാണ്. അപ്പോൾ അവിടുത്തെ മൂത്ത മരുമകനുണ്ട് റിജോ, രണ്ടാമത്തവൻ്റെ പേര് വിവേക് എന്നാണ്. അപ്പോൾ റിജോ നല്ല എന്താ പറയുക, നല്ല ജോളി ടൈപ്പാട്ടോ. അപ്പോൾ അങ്ങനെ മരുമകനാണ് എന്നുള്ളൊരു ഇതൊന്നുമില്ല, എല്ലാവരും ഡാൻസിനും ഒക്കെ ഇവരൊക്കെ മരുമക്കളാണല്ലോ. അങ്ങനെ എന്താ പറയുക, എല്ലാവരും കൂടി ശരിക്കും ആ ഒരു ദിവസം ഭയങ്കര ഭംഗിയാക്കി. അമ്മുവിൻ്റെ ഹൽദി എന്നുള്ള സംഭവം ഭയങ്കര ആഘോഷമാക്കി മാറ്റിയിട്ടോ. ഇതാണ് നമ്മൾ പറഞ്ഞത്, മക്കൾ മരുമക്കൾ കുട്ടികളൊക്കെയാണ് നമ്മുടെ. അപ്പോൾ അങ്ങനെ ഇത് അവിടെ അനിയൻ്റെ ഭാര്യയുടെ ചേച്ചിയുടെ ഹസ്ബൻഡാണ് ജോസ്, ബോംബെയിലാണ്. ഞങ്ങൾ ബോംബെയിൽ പോകുമ്പോൾ ജോസിൻ്റെ അവിടെയാണ് താമസിച്ചിരുന്നത്. ഒരു വട്ടം പോയപ്പോൾ അവിടെ താമസിച്ച് ജോസാണ് ഞങ്ങളെ ഫുൾ ബോംബെ കാണിച്ച് തന്ന് പോകുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു അടുപ്പവും കൂടി ഉണ്ട് ജോസിനോട്. ഭയങ്കര എന്താ പറയുക, രണ്ട് പിള്ളേരാണ്, ഒരു മോനും ഒരു മകളുമാണ്. അപ്പം അങ്ങനെ അതൊക്കെയാണ് ഈ കാണുന്നത്. ബാക്കിയുള്ളവരൊക്കെ നിങ്ങൾക്ക് അപ്പോഴും ഇപ്പോഴൊക്കെ കണ്ടാൽ അറിയാം. ഇവൻ ഇങ്ങനെ ചനിയൻ്റെ മോന പെട്ടെന്ന് കണ്ടാൽ ഡോണാന്ന് തോന്നും. ഇവരെ ഏകദേശം കണ്ട ഒരു ചായ. പച്ച ഷർട്ട് ഇട്ടത് പെങ്ങളുടെ മോനാണ് ജെറി. അങ്ങനെ എന്താ പറയുക, ഇതൊക്കെ ഞങ്ങളുടെ കുട്ടികളുടെ ഗ്യാങ്ങാണ്. ഇനിയുണ്ട് ശരിക്കും. അതായത് 2 പേര് ചേട്ടൻ്റെ 2 പേര് വരാണ്ട്, പിന്നെ 2 പേര് തന്നെ മിസ്സിങ് ഉള്ളൂ. പിന്നെ പെൺകുട്ടികളാണ് മിസ്സിങ്, റോസ് മിസ്സിങ് ആണ്. അങ്ങനെ ഈ എനിക്ക് തോന്നുന്നു മൂത്ത കുട്ടി ഡോണല്ല ചേച്ചിയുടെ മൂത്ത പെങ്ങളുടെ മൂത്ത മോനും ഉണ്ട്. രണ്ടാമത് പള്ളിയിലെ അച്ഛനാണ്. പിന്നെ ഡോൺ കഴിഞ്ഞ് പിന്നെ ദേ ഈ കുട്ടിപ്പട്ടാളങ്ങൾ. ഏറ്റവും ലാസ്റ്റത്തെ കുട്ടി എനിക്ക് തോന്നുന്നു ഇപ്പോൾ ചേച്ചിയുടെ മോൻ്റെ കുട്ടി ഒരു 6 വയസ്സുണ്ടാവും. പിന്നെ ഇവിടെ ചാക്കോച്ചനാണ് ഏറ്റവും ചെറുത്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ 1.25 വയസ്സിൻ്റെയും ഒരു 40 വയസ്സിൻ്റെയും ഇടയിൽ കുറേ എണ്ണം ഉണ്ട് ഞങ്ങൾക്ക് കേട്ടോ. തറവാട്ടിൽ, ഡാഡിയുടെ തറവാട്ടിൽ. ഞങ്ങളുടെ അവിടെയാണ് ഈ 5 എണ്ണത്തുമ്പോൾ 5 പേരുള്ളൂ എന്ന് ഞാൻ പറയാറില്ലേ. ഇവിടെ ഇഷ്ടം പോലെയുള്ള ഓരോരുത്തർക്കും 2ഉം 3ഉം മക്കൾ വീതമാണ്. 2 മക്കൾ വീതമാണ് എല്ലാം എടുത്തു കേട്ടോ. അപ്പോൾ നെല്ലൂത്ത് ഒരു ആഘോഷം ഉണ്ടാവാമെന്ന് പറഞ്ഞാൽ വലിയൊരു ആഘോഷമാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും എല്ലാവരും കൂടി ഒന്നിച്ച് കൂടുന്ന അവസരം വളരെ കുറവാണ്. കാരണം ഇത് രശ്മിയുടെ ജിൻഡോ എന്താ പറയുക 6 മാസം കൂടുമ്പോഴാണ് വരിക. പിന്നെ ആ വരണ സമയത്ത് ഇവരുണ്ടോ എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഇവിടെ ഭയങ്കര ആഘോഷം നടക്കുമ്പോൾ 2 പിള്ളേർസിനെ കാണാനില്ല. നോക്കിയപ്പോൾ ഇത് നോക്കി എന്താ ചെയ്യണമെന്ന്, ആ കേക്ക് അവിടെ ഇരിക്കണ്ടായിരുന്നു. പോയിട്ട് ഫ്രിഡ്ജ് തുറന്ന് കേക്ക് എടുത്ത് കഴിക്കുക. അപ്പോൾ തൊട്ടപ്പുറത്ത് കിടക്കുന്നത് അമ്മയുടെ അലമാരി, അവിടെ നിന്ന് മാറ്റിയിട്ടില്ല കേട്ടോ. അപ്പം പണ്ടൊക്കെ നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ വീടുകളിൽ ഓരോ പഴയ അലമാരി ഉണ്ടാവും കാരണന്മാരുടെ, ആ അലമാരിനത് കേട്ടോ. അങ്ങനെ എന്താ പറയുക, ആഘോഷങ്ങളുടെ ഇടയിൽ കട്ടുതീറ്റാന്ന് പറയില്ലേ, അതായിരുന്നു നടക്കണ്ടായിരുന്നത്. അപ്പം ഞാൻ ദേ 2 പെങ്ങന്മാരുടെ കൂടെ ഇരുന്ന് അത് കാണുക മാത്രമല്ല, നമ്മളെന്താ പറയുക, ചിരിയായിരുന്നു ഇവരുടെ ഒരേ കളികളും ഇതും കണ്ടിട്ട് കേട്ടോ. അങ്ങനെ അടിപൊളിയായി. ആൻസനൊക്കെ എന്താ പറയുക, ആൻസൻ വല്ലപ്പോഴും ഇങ്ങനെ കിട്ടാറുള്ളൂ. കിട്ടുന്ന ദിവസം അവൻ മാക്സിമം, ഇവളാണ് കല്യാണ പെണ്ണ് കേട്ടോ. ഈ ബ്ലൂ ഇട്ട കുട്ടിയുടെയാണ് ഇന്ന് ഹൽദി ആയിരുന്നത്, നാളെ എൻഗേജ്മെൻറ്റ്. ഇതാണ് മൂത്തോൻ്റെ ഭാര്യ. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഇത് എന്താ ആകെ കിക്കായിട്ടാണോ? അല്ല കേട്ടോ, എല്ലാവരും സന്തോഷം കൊണ്ട് കളിച്ച് വല്ലപ്പോഴും കിട്ടുന്ന ഒരു അവസരം. ഞങ്ങൾ അമ്മ മരിച്ചപ്പോഴാണ് ഇതുപോലെ കൂടിയത്. പിന്നെ അന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ എല്ലാവരുടെയും കൂടിയിട്ട് ഒരുപോലെ സാരിയും കാര്യങ്ങളും എടുത്തിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കൂടുന്നത്, അത് പിന്നെ അങ്ങനെ ഒരു ചടങ്ങായതുകൊണ്ട് ആഘോഷങ്ങളില്ല. ഇതാണ് പിന്നത്തെ ഒരാഘോഷം. അപ്പോൾ ഇനി കല്യാണം 30-ാം തീയതിയാണ്, നാളെ അതായത് 26-ാം തീയതിയാണ് ഞങ്ങൾക്ക് മനസ്സമ്മതം നെല്ലികുന്ന് പള്ളിയിൽ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നാളെ അതിൻ്റെ തിരക്കാണ്. ഇന്നിപ്പോൾ ഞാനിത് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ 3 10 മിനിറ്റ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അവിടെ നിന്ന് പോയി വന്ന് കുട്ടികളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ കുറേ ലേറ്റായി. പിന്നെ 12 മണിക്ക് ഡാഡിനെ വിഷ് ചെയ്തു. അത് കഴിഞ്ഞിട്ടൊക്കെയാണ് ഞങ്ങൾ ഓരോ ഭാഗങ്ങൾ ഡിംപിളും ആൻസനും കൊച്ചും പോയി, ഡോണും പിള്ളേർസും പോയി. അങ്ങനെ എന്താ പറയുക, സമയം കണ്ടു കുറേ ലേറ്റായി. അങ്ങനെ ഞങ്ങൾ വന്ന് നമ്മളുടെ വാതിലൊക്കെ തുറന്ന്. അപ്പോൾ ഇന്ന് ശരിക്കും ക്രിസ്മസ്, ഉണ്ണീശോനെ അടക്കമുള്ള പുൽക്കൂട് രാത്രിയിൽ കാണുന്നത്. ഇന്നലെ രാത്രി വെച്ചല്ലോ. അപ്പോൾ
ലൈറ്റ് ഇട്ടിട്ട് അപ്പോൾ അതേ ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യണം അപ്പാപ്പനേട്ടോ പിള്ളേർസ് കൂടിയിട്ട്. അപ്പോൾ ശരിക്കും 12 ഡിവൈൻ കാത്തു നിന്നു. അപ്പോൾ ശരിക്കും ഞങ്ങൾ എനിക്ക് തോന്നുന്നു 12 5 മിനിറ്റിലപ്പോൾ എത്തിയിട്ടുണ്ട് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞു 12 മണിക്കാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് വിഷ് ചെയ്ത് കേക്ക് കട്ട് ചെയ്തിട്ട് പോരായിരുന്നു എന്ന്. പക്ഷേ ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ നാളെ 11:30 12 മണിക്കാണ് മനസ്സമ്മതം. അപ്പോൾ 11:30 വീട്ടിൽ നിന്ന് ഇറങ്ങണം. അപ്പോൾ ഒരു 10:30 ഒരുങ്ങിയാലേ എല്ലാവർക്കും എണീക്കാൻ പറ്റില്ല. അപ്പോൾ ഇനിയും അവിടെ നിന്ന് കഴിഞ്ഞാൽ ലേറ്റ് ആവുമെന്ന് ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് പിരിഞ്ഞു. കാരണം എല്ലാവർക്കും കിടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഭംഗിയായിട്ട് അങ്ങോട്ട് കഴിഞ്ഞു. അപ്പോൾ ഇനി 26-ാം തീയതി ഡാഡിയുടെ ബർത്ത്ഡേ ആണ്. ഡാഡിയെ സംബന്ധിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പറയും ഏറ്റവും സന്തോഷം കിട്ടിയിട്ടുള്ള ഒരാളാണ്. സംഭവം എത്ര പ്രശ്നങ്ങൾ ഈ വീട്ടിലുണ്ടായാലും ഡാഡിയെ സംബന്ധിച്ച് ഡാഡി അതൊക്കെ വളരെ കൂളായിട്ട്, സംഭവം ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര ടെൻഷനും കാര്യങ്ങളുണ്ടെങ്കിലും വളരെ കൂളായിട്ട് തള്ളിക്കളയുന്ന, അല്ലെങ്കിൽ ഞങ്ങളാരും ടെൻഷൻ കൊടുക്കാത്ത ഒരു വ്യക്തിയാണ് ഡാഡി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡാഡി വളരെ ചെറുപ്പമായിട്ട് എല്ലാവർക്കും ഫീൽ ചെയ്യും. ഇതാണ് സംഭവം. അപ്പോൾ അങ്ങനെ അപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട്. കുറേ പേര് എനിക്ക് ക്രിസ്മസ് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ആർക്കും മറുപടി കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതും ബർത്ത്ഡേക്കും കണ്ടമാനം വിഷയങ്ങളുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഞാൻ അഡ്വാൻസ് ആയിട്ട് താങ്ക്സ് പറയാണ്. കാരണം നാളെയും ഞാൻ നല്ല ബിസി ആയിരിക്കും. അറിയാമല്ലോ, ഇപ്പോൾ ഞാൻ വിശേഷങ്ങൾ പറഞ്ഞല്ലോ. അതുകൊണ്ടാണ് നിങ്ങൾക്കൊന്നിനും എനിക്ക് മറുപടി തരാൻ പറ്റാത്തത്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഡാഡിയുടെ കൂടെ വേണം. എല്ലാ ആരോഗ്യം ഉണ്ടാവാനായിട്ടും ആയുസ്സിന് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പോൾ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം. അപ്പം നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുടെ എല്ലാവരും വിളിക്കുന്ന അങ്കിള്, അല്ലെങ്കിൽ ഞാൻ ഡാഡിന്ന് വിളിക്കുന്നത് കുട്ടികൾ വിളിക്കുന്നതുകൊണ്ട് കാരണം ഞാൻ ഒന്നൊന്നും വിളിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് കുട്ടികളെ എങ്ങനെയാണ് വിളിക്കുക അതനുസരിച്ച് ഡാഡി അപ്പാപ്പ അങ്ങനെയാണ് ഞാൻ വിളിക്കുക. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും വിളിക്കുന്ന അങ്കിളിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. എല്ലാ അനുഗ്രഹവും നിങ്ങൾ അങ്കിളിന് കൊടുക്കുക. എന്താ പറയുക, വേറെ ഒന്നുമില്ല. നിങ്ങളുടെ അങ്കിളെന്നും സന്തോഷമായിട്ടിരിക്കുന്ന പോലെ ഇനിയും അതുപോലെ തന്നെ ജീവിക്കാനുള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. നാളെ നമുക്ക് ബർത്ത്ഡേയുടെ ആഘോഷങ്ങൾ, കല്യാണത്തിൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരാം കേട്ടോ. അപ്പോൾ അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഡിംപിൾ നാളെ ഉച്ചയോട് കൂടിയിട്ട് മടങ്ങും. ഞങ്ങൾ വീണ്ടും ഇവിടെ ഉണ്ടാവും. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ നാളെ വരാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.